ഒരിക്കൽ ഒരിടത്ത് ഒരു കർഷകൻ്റെ വീട്ടിലൊരു കഴുതയുണ്ടായിരുന്നു. അധ്വാനിയായ ഒരു പാവം കഴുത. രാവിലെ മുതൽ സന്ധ്യ വരെ ഒരു കഴുത പണിയെടുക്കുന്നത് പോലെ അത് അത്യധ്വാനം ചെയ്തു. ഒരു മടിയുമില്ലാതെ ആത്മാർത്ഥതയോടെ അത് കർഷകൻ്റെ പാടത്തും പറമ്പിലും പണിയെടുത്തു. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ആ വീട്ടിലെ എല്ലാ ആൾക്കാരെയും ജന്തുക്കളെയും സ്നേഹിച്ച് പാവം കഴുത അവിടെ ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ അത് വീട്ടിലെ പൂച്ചയോടും പട്ടിയോടും പശുവിനോടും ആടിനോടുമൊക്കെ സംസാരിച്ചു. വേദനകളും സന്തോഷങ്ങളും പങ്കുവെച്ച് കർഷകൻ കൊടുക്കുന്ന ആഹാരം ഒരു മടിയും പരാതിയുമില്ലാതെ അത് കഴിച്ചു. അങ്ങനെ കാലം കടന്നു പോകവേ ഒരിക്കൽ കഴുത വിചാരിച്ചു, ഞാനിങ്ങനെ ജോലി ചെയ്താൽ അസുഖം വല്ലതും വരുമല്ലോ, കുറച്ച് വിശ്രമം എനിക്കും വേണ്ടേ. അന്ന് രാത്രി കഴുത പൂച്ചയോട് പറഞ്ഞു, പൂച്ചേ, എനിക്ക് വയ്യ. നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ അധിക ജോലിയൊന്നും ചെയ്യുന്നില്ല. കുറച്ച് വിശ്രമം എടുക്കണം. ആരോഗ്യം പഴയതുപോലെ ആയിട്ട് വീണ്ടും ജോലി ചെയ്യണം. വളരെ കാര്യമായി അത് കേട്ടുകൊണ്ടിരുന്ന പൂച്ച, അങ്ങനെ ചെയ്തോളൂ എന്ന് കഴുതയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അവിടെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു വയസ്സൻ മൂങ്ങ കഴുതയോട് പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ എല്ലാവരോടും പറയരുത്, സൂക്ഷിക്കണം. കഴുതയ്ക്കൊന്നും തോന്നിയില്ല, കാരണം പൂച്ച നല്ലൊരു സുഹൃത്താണല്ലോ. പൂച്ച നേരെ പോയി പശുവിനോട് പറഞ്ഞു, അറിഞ്ഞോ, നമ്മുടെ കഴുത ഇനി ജോലിയൊന്നും ചെയ്യില്ലത്രേ. നമ്മുടെ മുതലാളി ദുഷ്ടനാണത്രേ, അതിനെ വിശ്രമിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന്. സംഗതി കേട്ടപാടെ പശു നേരെ ആടിൻ്റെ അടുത്തേക്ക് പോയി. അറിഞ്ഞോ, നമ്മുടെ കഴുത ഇനി ജോലിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നാളെ ഒളിച്ചോടി വേറെ ഒരു കർഷകൻ്റെ വീട്ടിലേക്ക് പോകും. ആട് നേരെ പോയി പട്ടിയോട് പറഞ്ഞു, നീ അറിഞ്ഞോ, നമ്മുടെ കഴുത നാളെ ഒളിച്ചോടി വേറെ വീട്ടിലേക്ക് പോകുമത്രേ. അതിന് ഈ മുതലാളിയെ മടുത്തു, ദുഷ്ടനാണ് പോലും. പട്ടി നേരെ ഓടിപ്പോയി കർഷകനോട് പറഞ്ഞു, മുതലാളി, ആ കഴുത ഇന്ന് രാത്രി ഒളിച്ചോടി വേറെ ആൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്നു. എന്നെയും പശുവിനെയും ആടിനെയും ഒക്കെ കൂടെ വരാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും പോകുന്നില്ല. ദേഷ്യം കൊണ്ട് തിളച്ച കർഷകൻ ഒരു ചൂരലെടുത്തുകൊണ്ടുപോയി കഴുതയെ മർദ്ദിച്ച് അവശനാക്കി. നീ എന്നെ പറ്റിച്ചിട്ട് പോകുമല്ലേ? ഇനി നിന്നെ ഞാൻ ഇവിടെ പൂട്ടിയിട്ട് പണിയെടുപ്പിക്കും. നീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. ആഹാരവും നിനക്കിനി ഞാൻ പകുതിയെ തരൂ. കാര്യമൊന്നും മനസ്സിലാകാതെ മർദ്ദനമേറ്റ കഴുത കരഞ്ഞുകൊണ്ട് മുറിവുകളിൽ നക്കി ഉണക്കിക്കൊണ്ടിരിക്കവേ ആ മൂങ്ങ വന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ആരോടും നിന്റെ സങ്കടങ്ങൾ, ദൗർബല്യങ്ങൾ, ഭാവി പദ്ധതികൾ ഒന്നും പറയരുതെന്ന്, ആരെയും വിശ്വസിക്കരുതെന്ന്. നിന്റെ വിഷമങ്ങൾ ആർക്കും കേൾക്കണ്ട. നിന്റെ ദൗർബല്യങ്ങൾ അവർ ആഘോഷിക്കും. നിന്റെ പദ്ധതികൾ കേട്ട് അവർക്ക് അസൂയ വരും. ആരോടും ഒന്നും പറയരുത്. ഇനിയെങ്കിലും നീ ഈ പാഠം ഉൾക്കൊള്ളുക. എന്നാലും എന്നെപ്പോലെ ഒരു ആത്മാർത്ഥതയുള്ള ആളെ മുതലാളി അവരുടെ വാക്ക് കേട്ടല്ലേ തല്ലിച്ചതച്ചത്. ഞാൻ എന്ത് നന്നായി പണിയെടുക്കുന്ന ആളാണെന്നും മുതലാളിക്ക് അറിയില്ലേ? മൂങ്ങ ചിരിച്ചു. ഒരു മുതലാളിയും നീ എങ്ങനെ പണിയെടുത്തിരുന്നു എന്ന് ഓർക്കില്ല. ഇനി എങ്ങനെ പണി എടുപ്പിക്കണം എന്നേ ഒരു മുതലാളി ചിന്തിക്കൂ. സാരമില്ല, ഇങ്ങനെ നുണ പറയുന്നവരെ വിശ്വസിച്ച് നല്ലൊരു ജന്തുവിനെ തല്ലിച്ചതച്ച അയാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. അതിനൊരവസരം വരും. അതുവരെ നീ പണ്ട് ചെയ്തതുപോലെ പണി ചെയ്യാതെ അയാളെ പണി ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക. കൂടെയുള്ള ജന്തുക്കളോട് നിന്റെ പദ്ധതി എന്താണോ അതിന് നേരെ വിപരീതം പറയുക. ബുദ്ധിയോടെ മുന്നോട്ട് പോകൂ. അവസരം വരുമ്പോൾ രക്ഷപ്പെടാൻ ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ കഴുത അന്ന് മുതൽ പഴയ ആത്മാർത്ഥത മാറ്റിവെച്ച് പണിയെടുക്കാതെ പണിയെടുത്തതുപോലെ കാണിച്ച് മുതലാളിയെ പറ്റിച്ച് ജീവിക്കാൻ തുടങ്ങി.